നോക്കട്ടെ. എന്തേ വേണ്ടേ? ഇത് വെച്ചിക്കണേ, റെയിൻകോട്ട് വെച്ചിക്കണേ. പോരെ? റെയിൻകോട്ട് പോരെ? ഇത് വേണം. എന്തേ ഇങ്ങനെ കൊട തുറക്കുക? കൊട തുറന്നാണീ. നോക്കട്ടെ, അമ്മ നോക്കട്ടെ. അങ്ങനല്ല, ഇവിടെ 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 ബട്ടന് തുറക്കും. ഈ ബട്ടന് തുറക്കണം. ഈ ബട്ടൺ തുറക്ക്. ഓക്കെ. ഇനി ഇവിടെ പ്രസ് ചെയ്യും. ഇവിടെ പ്രസ് ചെയ്യും. ഇവിടെ പ്രസ് ചെയ്യും. ഗ്രീൻ അല്ല ബ്ലാക്ക്. നീലേ? ടാറ്റാ. ഗായ്സ്, അപ്പോൾ മോളെ രാവിലെ തന്നെ ഒരുക്കി അവളെ സ്കൂളിൽ പറഞ്ഞയച്ചു കേട്ടോ. അതാ ഈ ഒരു സമയത്താണ് മോനെ എണീറ്റത് കേട്ടോ. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി നിന്നിട്ടോ. ഇന്ന് ചായക്ക് പുട്ടും പിന്നെ തലേന്നത്തെ അയിലക്കറി ആയിരുന്നു കേട്ടോ. ഈ തലേന്നത്തെ മീൻകറിയും പുട്ടും എന്ത് ടേസ്റ്റാണല്ലേ. പിന്നെ എനിക്ക് ഇതേപോലെ ഒരു കോമ്പിനേഷൻ എന്ന് വെച്ചാൽ പുട്ടും പപ്പടും കട്ടൻ ചായയും കൂടിയുള്ള കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ആർക്കൊക്കെയാണ് അത് ഇഷ്ടം. അങ്ങനെ ചായയൊക്കെ കൂടി കഴിഞ്ഞു. പിന്നെ മോനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു. ഇന്ന് ഉമ്മയായിട്ട് കുളിപ്പിച്ചത്. പിന്നെ അവനെ കുളിപ്പിച്ച് ഉറക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാനിതാ ഒന്ന് തിരികെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് നമുക്ക് ഡ്രസ്സ് വാങ്ങണം. പിന്നെ എനിക്ക് നീലാമ്പരം നീലാഞ്ചിപ്പൊടി വാങ്ങണം. അപ്പോൾ അത് വാങ്ങാനൊരു കടയിൽ പോയി. അങ്ങനെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവർക്ക് സാധനങ്ങളൊക്കെ തിരഞ്ഞെടുക്കാൻ. അങ്ങനെ അത് രണ്ടും വാങ്ങി. പിന്നെ മോൻ്റെ ഡ്രസ്സ് വാങ്ങാൻ പോയി. എനിക്ക് നൈറ്റ് ഡ്രസ്സ് വാങ്ങണമായിരുന്നു, വീട്ടിലുള്ള കുപ്പായും പാൻറ്റൊക്കെ ആയിട്ട്. അങ്ങനെ അത് വാങ്ങി. പിന്നെ അതാ ഞാൻ വീട്ടിലെത്തിയിട്ട് ഇതാണ് കേട്ടോ മൈലാഞ്ചിപ്പൊടി. ചേച്ചി പറഞ്ഞു അവർ വീട്ടിലുണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. നീലാമ്പരിക്കാണ് നല്ല റേറ്റ് കൂടുതൽ, 60 റുപ്യേറ്റുണ്ട്. അങ്ങനെ പിന്നെ മോൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ നോക്കിയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 2-3 കൂട്ട് വാങ്ങിയിരുന്നു. അങ്ങനെ തീരെ ഉണ്ടായിരുന്നില്ല. ഉള്ളതാണെങ്കിൽ അവനക്ക് ടൈറ്റ് ആയിക്കണേനും. അപ്പോൾ അതൊക്കെ നോക്കിയിരുന്നു. ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ. പിന്നെ അതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അങ്ങനെ ആ ഒരു സമയത്തോട്ടോ മോനെ എണീറ്റത്. അവനക്ക് പാലൊക്കെ കൊടുത്ത് ഞാനും ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. അന്ന് നെയ്ച്ചോറും ചിക്കൻ കറി ചിക്കൻ പൊരിച്ചായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഉമ്മ അതായത് കാണിച്ചിരുന്നത് വീട്ടിലുണ്ടാക്കിയ മത്തനാണ്. അപ്പോൾ അത് ഉമ്മ വീഡിയോ എടുക്കാൻ വേണ്ടി പറയുന്നു. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.